K.G. Abraham, an Indian businessman who was born in 1954 in Niranam, Alappuzha. He is the owner and managing director of NBTC Group and KGA Group. He started his career as an employee in Batha Al Masairi Group in Kuwait. Later in 1983, he started his own company NBTC. And now he is stepping into film production through KGA Films. ക്രിസോസ്റ്റം തിരുമേനിയെ പറ്റി പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാകുകയില്ല. എൻ്റെ ചെറുപ്പം മുതൽ തിരുമേനിയുമായിട്ട് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കുറച്ച് വർഷങ്ങൾ കൂടുതൽ അടുക്കാനും പരിചയപ്പെടുവാനും സാധിച്ചു. തിരുമേനിയുടെ ദൈവദത്തമായിട്ടുള്ള കഴിവ്, തെറ്റിനെ അത് ശരിയായിട്ട് കാണാനുള്ള കഴിവ്, അതിന് തെറ്റല്ല, ആ തെറ്റിൽ നിന്നും ശരി നമുക്കിങ്ങനെ ഉളവാകുമെന്ന് പറഞ്ഞു തരുവാനുള്ള കഴിവ്, അത് മറ്റാർക്കും ഇല്ലാത്തൊരു കഴിവ് തന്നെയാണ്. തിരുമേനിയുമായിട്ട് കുറച്ച് സമയം സംസാരിക്കുകയാണെങ്കിൽ അത്രയും സമയം നമ്മളുടെ ആയുസ് കൂട്ടിക്കിട്ടുമെന്നുള്ള യാതൊരു സംശയമില്ല. അതുപോലെ തമാശ പറയുകയും ചിരിപ്പിക്കുവാനും കഴിവുള്ള ആളാണ്. ഇതുപോലെ കഴിവുള്ള ഒരാൾ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല. ദൈവം കൂടുതൽ ആരോഗ്യവും ആയുസ്സും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുഡ് ഈവനിങ് തിരുവേനി. തിരുവേനി ഈ 100ാമത്തെ വയസ്സിലും വളരെ ആരോഗ്യവാനായും ആവശ്യത്തിലധികം ഡൈനമിക് ആണെന്ന് തന്നെ പറയാം. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ജനങ്ങളുടെ സ്നേഹം, കരുതൽ, ബഹുമാനം, ഞാൻ അർഹിക്കുന്നതിൽ കൂടിയത് ഇതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു ദുഃഖത്തിന് കാര്യമില്ല, വിഷമതയ്ക്ക് കാര്യമില്ല. ഇപ്പോൾ ആളുകളൊക്കെ വരുന്നവരൊക്കെ നല്ല എന്നെ സ്നേഹവും കരുതലും ഒക്കെ വരുമ്പോൾ ക്ഷീണമൊന്നുമില്ല, സന്തോഷം ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് മറ്റു മനുഷ്യരുടെ സ്നേഹം, കരുതൽ, ബഹുമാനം ഇതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവരെ കരുതാൻ ചുമതലയുണ്ട്. അത് ഇപ്പം എൻ്റെ കൂടെ ഒരു കൊച്ചിനുണ്ട്, അവനെ അനാഥക്കുട്ടിയായിരുന്നു. അപ്പം അവന് ഒരു വീടൊക്കെ വെക്കുക. അപ്പം അതിന് പണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഞാനിങ്ങനെ പണം പിരിക്കുന്നില്ല. എന്നാൽ ആളുകൾ തരുന്നത് തിരുമേനി ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞൊക്കെ തരും, അതൊക്കെ കൊടുക്കും. അവിടെ ഒരു കുട്ടി ഒരു വീട് വെച്ച്, അവനും അനാഥനാണ്. അപ്പോൾ ആ വീട് വെച്ച് അവനിപ്പോൾ ഒരു ജോലിയുണ്ട് കുവൈറ്റിൽ. അവിടെ അപ്പം നല്ലൊരു വീട് വെച്ചു. പിന്നെ അങ്ങനെ പഠിച്ച ഒരു കൊച്ചൻ ഇംഗ്ലണ്ടിലുണ്ട്. അവന് ഇംഗ്ലണ്ടിൽ 2 വീടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചു കൊടുത്തതല്ല, പക്ഷെ അവൻ ഇംഗ്ലണ്ടിൽ പോകാനൊക്കെ സഹായിച്ചു.
ഈ അവരൊക്കെ എന്നെ വളരെയധികം സ്നേഹിക്കുന്നു. അവർക്ക് അതാണ് രഹസ്യം. മറ്റുള്ളവരെ നമ്മൾ കരുതുമ്പോൾ അവർ നമ്മെ കരുതും. അങ്ങനെ മറ്റുള്ളവർ നമ്മെ കരുതുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. ഒരു ഗ്രാമത്തിൽ എല്ലാവർക്കും അടിസ്ഥാന ആവശ്യങ്ങൾ കിട്ടണം. നമ്മളെല്ലാവരും കൂടി അതിന് സഹായിക്കണം. അതിന് പണമുള്ളവരും പണമില്ല. ഈ വീട് പണിയുമ്പോൾ എൻ്റെ കൊച്ചൻ ജോലി ചെയ്യണം. അല്ലാതെ അവൻ ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയല്ല. അത് അവനെ ഒരു ദിവസത്തെ ശമ്പളത്തിൻ്റെ പകുതി അവന് കൊടുക്കണം. എന്നുവെച്ചാൽ അവൻ ജീവിക്കാൻ. മറ്റേ പകുതി വീട് പണിയാൻ അവൻ തരണം. അങ്ങനെ എല്ലാവരെയും കരുതുന്ന ഒരു സംഗതി. വിദ്യാഭ്യാസമില്ലാത്ത ആരും ആ ഗ്രാമത്തിലുണ്ടായിരിക്കരുത്. അത് നല്ലൊരാശയമാണ്. തിരുമേനിക്ക് അങ്ങനെ ഒരു പ്രോജക്റ്റ് അല്ലെ ഒരു ആഗ്രഹമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. ആ ആഗ്രഹത്തെ കേരളത്തിലെ തന്നെ ഒരു ട്രൈബൽ ഗ്രാമത്തെ ഞങ്ങൾ ദത്തെടുക്കാൻ തീരുമാനിച്ചു. തിരുമേനിയുടെ അടുത്ത ജന്മദിനത്തിന് മുമ്പായി ആ ഗ്രാമത്തെ ദത്തെടുക്കുന്നത് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ആഗ്രഹം നല്ലതാണ്. ആ തിരുമേനിയുടെ ആ ആഗ്രഹം ഓരോരുത്തരും വന്നിട്ട് ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എന്നോട് തോമസ് ഐസക് പറഞ്ഞു, ഇത് സാധിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റ് ഗ്രാമത്തിലും ഇത് പറഞ്ഞ് കേരളം നന്നാകാൻ സാധിക്കും. എല്ലാവരും പ്രസംഗിക്കുന്നേ ഉള്ളൂ, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് ശ്രീ എബ്രഹാമിനെ പോലുള്ള ഒരാളെ അത് നടപ്പിലാക്കിയാൽ കേരളം അനുഗ്രഹിക്കപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിരുമേനി ഇപ്പോൾ ഇത് പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് റിവീൽ ചെയ്യാനായിട്ട് ഇത് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ ടേക്ക് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിൻ്റെ റോഡ് മാപ്പ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന്. അല്ലെന്നുണ്ടെങ്കിൽ പറയത്തില്ലായിരുന്നു. ആ തിരുമേനി തന്നെ അത് ഉദ്ഘാടനം തിരുമേനിയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് നടക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. അതെ, ഇത് സാധിച്ചാൽ നമ്മളുടെ വലിയ മാതൃക ഇന്ത്യക്ക് തന്നെ കാണിക്കും. അതുപോലെ ഈ പണക്കാരുമൊക്കെ സഹായിക്കും. തീർച്ചയായും. എനിക്ക് മറ്റുള്ളവരിൽ നിന്നാണ് പണം കിട്ടുന്നത്. അപ്പം ഞാൻ മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കണം. ഇപ്പം ശ്രീ എബ്രഹാം സ്വന്തം ജോലിയൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കണം. അത് സ്വന്തം പേരിൽ പണം അവിടെ ഇടാതെ അത് പല ആവശ്യത്തിന് ഉള്ള ജോലി ചെയ്യുന്നവർക്ക് പഠിക്കാൻ, ജോലി കുറച്ചുകൂടെ അവർ യോഗ്യരായി തീരാൻ, ഇങ്ങനെയൊക്കെയുള്ള അതുകൊണ്ട് എല്ലാ മനുഷ്യനും മനുഷ്യത്വത്തിൽ വളരാനുള്ള ഒരു പ്രവർത്തന പരിപാടി ഈ മിസ്റ്റർ എബ്രഹാം തുടങ്ങിയിട്ടുള്ളത്. അത് വളരെ വലുതായിരിക്കും, കേരളത്തിൻ്റെ അനുഗ്രഹമായിരിക്കുമെന്നാണ്. ഇപ്പം ഈ നോട്ടുണ്ടാക്കി എല്ലാം കുഴപ്പമായി പോയി നമുക്കറിയാൻ പാടില്ല. നല്ലതായി തന്നെ തീരട്ടെ എന്ന് വിചാരിക്കുക. അത് നല്ലതാകുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് പലരും പറയുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് വിളാഴ്ച തരുമെന്ന് പറഞ്ഞു ഇതിനെപ്പറ്റി. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ അതായത് നമുക്ക് വിചാരിച്ചാൽ ഒരു ഗ്രാമത്തിൽ ഉള്ള ആളുകളെല്ലാം കൂടെ കൂടിയാൽ ആ ഗ്രാമത്തിൻ്റെ അടിസ്ഥാന ആവശ്യം സാധിക്കാൻ. അത് ഈ ഒരു ആഗ്രഹം നടക്കാനായിട്ട് വളരെ ആത്മാർത്ഥമായി ശ്രമിക്കും. അത് നടക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. തിരുമേനിയുടെ ആഗ്രഹം അത് തീർച്ചയായിട്ടും നടക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പ്രാർത്ഥനയും അതിനോടുകൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്തിനതിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അത് വലിയ സംഗതി. എൻ്റെ ആയുസ്സിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ദൈവം
എനിക്ക് നൽകിയതായിട്ട് ഞാൻ വിചാരിക്കും. മനസ്സിലായല്ലോ? ദൈവം എന്നെ മിസ്റ്റർ എബ്രഹാമിൽ കൂടെ അനുഗ്രഹിക്കുകയാണ്. ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഗ്രാമം ഒരു അസുഖക്കാരന് വാഹന സൗകര്യം ഉള്ളിടത്ത് വരണമെന്നുണ്ടെങ്കിൽ 25 കിലോമീറ്റർ ഈ തുണിയിലും വടിയിലും ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ അവരെ പൊക്കിക്കൊണ്ട് പോകണം. അവിടെ സൗകര്യങ്ങളില്ല, വാഹന സൗകര്യങ്ങളില്ല, സ്കൂളില്ല, വെള്ളമില്ല, ബാത്റൂംസ് ഇല്ല. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് അവിടെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ഗവൺമെൻറ്റിനോട് കൂടെ പ്രവർത്തിക്കുവാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യും. അതങ്ങനെ സാധിക്കുമെന്നുള്ള തിരുമേനിയുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും നടക്കുമെന്ന് വിശ്വസിക്കുന്നു. അതെ, വലിയ എനിക്ക് അങ്ങനെ നടക്കുകയാണെങ്കിൽ ഞാൻ ഭൂമിയിൽ സ്വർഗം അനുഭവിക്കുന്ന ആളായിട്ട് നടക്കും, തീർച്ചയായിട്ടും നടക്കും. എന്ന് മാത്രമല്ല, ഇന്നത്തെ ലോകം വ്യത്യാസപ്പെടും. ഇപ്പോൾ സ്വന്തം കാര്യത്തിന് വേണ്ടി മറ്റുള്ളവനെ ഉപദ്രവിക്കുകയാണ്. ഈയിടെ ഞാൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു മീറ്റിങ്ങിന് പോയി. ബാവ 1 കോടി രൂപ അവരുടെ പ്രോപ്പർട്ടി അവർ കടം വാങ്ങിച്ചു. അപ്പോൾ അവരുടെ പ്രോപ്പർട്ടിയൊക്കെ എന്നാ സെക്യൂരിറ്റി വെച്ചാൽ ഇപ്പോൾ അത് കൊടുക്കാൻ പണമില്ല. അപ്പോൾ അവർ ജപ്തി ചെയ്യും. അപ്പോൾ അങ്ങനെ ജപ്തി ചെയ്യപ്പെടാൻ പോകുന്നവർക്ക് ആ പണം കൊടുത്ത് അവരെ ജപ്തിയിൽ നിന്ന് വിടുവിക്കും. അല്ലെങ്കിൽ അവരുടെ വീട് പോകും. അവരുടെ വീട് പോയാൽ വേറൊരു വീട് പണിയിക്കണമെങ്കിൽ വളരെ പ്രയാസമാണ്. അങ്ങനെ 1 കോടി രൂപ കൊടുക്കും. ഞാനവിടെ പോയിരുന്നത് ആ മീറ്റിങ്. ഇത് നമുക്കൊരു ഗ്രാമത്തിൽ നടത്തിയ പല ഗ്രാമങ്ങളിൽ അത് നടക്കും. ഇപ്പോൾ ഒരു വിഷമമുള്ളത്, ഇപ്പോൾ ഒരു വീട് പണിയുന്നു, അവന് 7 പേരോട് പണം വാങ്ങിക്കും വീട് പണിക്ക്. ഞാൻ ചോദിച്ചു, നീ എന്താ വീട് പണിയാണ്? അവൻ പറഞ്ഞു, പണിതാ പിന്നെ പിരിക്കാൻ നോക്കുമെന്ന്. ശരിയാ. അവന് വീടില്ലാത്തത് അവൻ്റെ ഭാവിക്ക് വേണ്ടി അനുഗ്രഹമായി കരുതി വെച്ചിരിക്കാം, മനുഷ്യനെ കളിപ്പിക്കാം. ഈ കാരണത്താൽ ഇപ്പോൾ കൊടുക്കുകയില്ല ചോദിച്ചാലും. കാരണം ഇവന് വീടുണ്ടോ ഇല്ലയോ എന്നല്ല. ഈ അമ്മ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, നമ്മളുടെ അമ്മ, അവരുടെ ആശുപത്രിയിൽ ഒരു രോഗി എന്ന സഹായം വേണമെന്ന് പറഞ്ഞാൽ അവരാളിനെ ഇവരുടെ വീട്ടിൽ വിടും. അവർക്ക് അവന് മോട്ടോർ സൈക്കിളുണ്ട്, ടെലിഫോണുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യമുണ്ട് അവന് കൊടുക്കുകയില്ല. അതില്ലെങ്കിൽ അവർ ഫ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്തോളും. അതായത് മനുഷ്യരെപ്പോഴും മറ്റ് മനുഷ്യരെ കളിപ്പിക്കാൻ നോക്കും. അതാണ് എൻ്റെ ദോഷം. നല്ല മനസ്സോടെ ചെയ്യുന്ന ആളുകൾ അവർക്ക് പിന്നെ സങ്കടമായിരിക്കും. തിരുമേനിയുമായിട്ട് ഉള്ള ഈ സംഭാഷണത്തിൽ എനിക്ക് പഠിക്കാനെത്തത്, നമ്മൾ മനുഷ്യത്വമുള്ളവനായിരിക്കണം. നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന് ഇരട്ടിയായിട്ട് അവർ തിരിച്ചു തരും. അവിടെ നമ്മൾക്ക് സന്തോഷം ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും. അത് വളരെ കറക്റ്റാണ്. അത് ശരിയാണ്. അത് എല്ലാവരും മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഈ പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ദേശത്തിന് ദൈവം നൽകിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. തീർച്ചയായും. എൻ്റെ മാത്രമല്ല, ഇതിൻ്റെ ഫലമായി അനേക ആളുകൾ സ്നേഹം മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നവരായി തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ പലരും ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. തിരുമേനി ഒരു പ്രാവശ്യം ഞങ്ങളുടെ ആനുവൽ ഡേക്ക് വന്നൊരു പ്രസംഗം നടത്തി ഓർക്കുന്നുണ്ടോ കുവൈറ്റിൽ? ഉണ്ട്. അന്ന് ഞങ്ങളൊരു ചെറിയ കമ്പനിയായിരുന്നു, ഒരു 10,000 പേര് കാണുമായിരിക്കും അന്ന്. അതെ ആയിരുന്നു. ഇന്നത് ഏകദേശം 16,000 പേരോളമായി കുവൈറ്റിൽ.
ഞങ്ങളൊരു ടീമായിട്ട് പ്രവർത്തിക്കുന്നു. അതിൽ എനിക്കുള്ള സന്തോഷം, ദൈവം ഇദ്ദേഹത്തെ അനുഗ്രഹിച്ചു, ജോലിയിൽ ആശീർവദിച്ചു. പക്ഷേ അത് എൻ്റെ കാര്യത്തിനല്ല, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഉപയോഗിക്കുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ്. ഇത് വലിയൊരു സംഗതിയാണ്. എനിക്ക് ദൈവം അനുഗ്രഹം തരുമ്പോൾ ആ അനുഗ്രഹം ആവശ്യമുള്ളവരുമായി പങ്കിടുന്ന ഒരു മനോഭാവം നമ്മുടെ ലോകത്തിലുണ്ടാകണം. ഭൂമിയിൽ ജീവിക്കാതെ സ്വർഗത്തിൽ പോയ ആരുണ്ട്? സ്വർഗത്തിൽ പോകണം, ഭൂമിയിൽ ജീവിക്കണം. എന്നാൽ ഇന്ന് അനേകരും ഭൂമിയിൽ ജീവിക്കുന്നില്ല. ഞാനൊരു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൻ്റെ പേര് ഞാൻ ജീവിക്കാൻ മറന്നുപോയി. അതായത് എനിക്ക് ചെയ്യാവുന്ന ചെയ്യണം. ഈശ്വരചന്ദ്ര സാഹിബ് എന്നും പറഞ്ഞ ബംഗാളിൽ ഒരു കോളേജ് പ്രിൻസിപ്പലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഇവിടെ പോയിട്ട് ട്രെയിനിൽ വന്നിറങ്ങിയപ്പോൾ നമ്മുടെ ഇവിടത്തുകാരനൊരു കുട്ടി അദ്ദേഹം പ്രിൻസിപ്പലായിരിക്കുന്ന കോളേജിൽ ചേരാൻ വന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു ഷർട്ട്, ഒരു ചെറിയ ബനിയനും ഒരു മുണ്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പം വിചാരിച്ചു ഉടനെ പറഞ്ഞു, പോട്ടർ എൻ്റെ ഈ പെട്ടി എടുത്ത് അവിടെ കാറിൽ വെക്കാൻ പറഞ്ഞു. ഉടനെ കാറിൽ വെച്ചു. അവൻ ചോദിച്ചു എന്നോ തരണം. അയാൾ പറഞ്ഞു ഒന്നും തരണ്ട, എനിക്ക് കോളേജിൽ ഒരു ചെറിയ ജോലിയുണ്ട്, അതുകൊണ്ട് ജീവിക്കാം, അതുകൊണ്ട് എനിക്ക് പണം വേണ്ട. നിനക്കിത് എടുക്കാനായിട്ട് നിവൃത്തിയില്ല, എനിക്ക് ആരോഗ്യമുണ്ട്, അതുകൊണ്ട് നിൻ്റെ ആവശ്യം ഞാൻ നിറവേറ്റി തരികയാണ് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കോളേജിന് അഡ്മിഷൻ അവൻ ചെന്നപ്പോൾ ആ പോർട്ടർ ആ പ്രിൻസിപ്പൽ. അപ്പോൾ അവനങ്ങ് അദ്ദേഹം പറഞ്ഞു, നീ ഒന്നും വിഷമിക്കണ്ട, നീ ഇവിടെ പഠിക്കാൻ വന്നതാണ്, നിന്നെ പ്രധാനമായൊരു കാര്യം പഠിപ്പിച്ചു, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. നിനക്ക് ചെയ്യാവുന്ന കാര്യം മറ്റൊരുത്തനെ കൊണ്ട് ചെയ്യിക്കരുത്, അത് നീ ചെയ്യണം. അതാണ് ഈ കോളേജ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അതിപ്പോൾ നീ പഠിച്ചു, നീ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നീ ചെയ്യാൻ ശ്രമിക്കണം, അല്ല നിൻ്റെ ചുമതലകൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയല്ല വേണ്ടിയത് എന്ന് പറഞ്ഞു. അത് ആ കൊച്ചൻ മിടുക്കനായിട്ടൊക്കെ പഠിച്ചു വന്നു. ഇത് നമ്മൾ, അതായത് അദ്ദേഹം, ഇപ്പം ഞാൻ അതിനെ പറഞ്ഞത് നിൻ്റെ കാറെടുക്കുക, നിൻ്റെ പെട്ടി എടുക്കാനല്ല ഞാൻ കോളേജ് പ്രിൻസിപ്പലാന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ പ്രിൻസിപ്പലൊന്നും പറഞ്ഞില്ല. അതെടുത്ത് കൊടുത്തു. അവൻ പണം ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് ചെറിയ ജോലിയുണ്ട്, അതുകൊണ്ട് പണം കിട്ടും, നിനക്കിതെടുക്കാൻ മനസ്സിലായി, അതുകൊണ്ട് ഞാൻ എടുത്തു തന്നു, എനിക്ക് പണം വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇന്നലെ നീ പഠിച്ചു, ഞങ്ങളുടെ കോളേജിൽ ചേർന്ന് പഠിച്ചു. ഇതാണ്, അതായത് എൻ്റെ കടമകൾ ഞാൻ നിർവഹിക്കണം, അത് നിൻ്റെ കടമകൾ നീ നിർവഹിക്കണം. അതായത് ഈ പണം ഇപ്പം സാറിനോട് വാങ്ങിക്കാല്ല, സാറിന് കൊടുക്കുന്ന പണം ശരിയായിട്ട് ഉപയോഗിക്കുകയും അത് മറ്റുള്ളവർക്കൂടെ പ്രയോജനമായ വിധത്തിൽ ഉപയോഗിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ മാരാമൺ കൺവെൻഷന് കാറുകൾ വരും, അവിടെ ഇടുന്ന സ്ഥലമുണ്ട്. ഞങ്ങളുടെ അവിടെ ഇപ്പോൾ കൃഷിയൊക്കെ ചെയ്യും. ആ പണമൊക്കെ ആളുകൾക്കൊക്കെ ആവശ്യത്തിലിരിക്കുന്നവർ, പണമല്ല, അതിൻ്റെ കൃഷി ചെയ്തുണ്ടാക്കിയ ഫലം അവർക്കൊക്കെ കൂടെ പങ്കിട്ട് കൊടുത്തത് തിരുമേനിമാർക്കും ഒക്കെ കൊടുത്തു. അതായത് ആ കിട്ടിയത് എല്ലാവർക്കും, തിരുമേനിമാർക്കൊന്നും വലിയ അത്യാവശ്യമില്ല, എന്നാൽ സാധുക്കൾക്ക് ഒന്ന് വാങ്ങിക്കേണ്ട, അവർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും തരാമെങ്കിൽ തരണം. നല്ല പാഠം, അതൊരു നല്ല പാഠമാണ് പഠിപ്പിച്ചത്. ഞാൻ തിരുമേനി പറഞ്ഞതിനോട് പോൽബലമായിട്ട്
83 ബിസിനസ് തുടങ്ങുന്നത്. ഞങ്ങൾ ആദ്യത്തെ ഒരു വർക്ക് കോട്ട് ചെയ്ത് ഒരു കമ്പനിയുടെ സബ് കോൺട്രാക്ടർ ആയിട്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ വർക്ക് കിട്ടി. അപ്പം കിട്ടിയപ്പോൾ ഈ എമൗണ്ടിൻ്റെ 20% അവർക്ക് കൊടുക്കണം. ടേൺ ഓവറിൻ്റെ 20% എല്ലാം നമ്മൾ ചെയ്യണം. ഞങ്ങൾ പറഞ്ഞു അത് നടക്കത്തില്ല, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ചിലപ്പം 10% ആയിരിക്കും, അതങ്ങനെ 20% തരാൻ നോക്കുന്നത്. ഒരു കുറച്ച് ദിവസം സംസാരിച്ച് നടക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ ജോലി നമ്മളെടുക്കുകയാണെങ്കിൽ ഒരു 750 ആൾക്കാർ വേണം, ഒരു 100 പേരെ എങ്കിലും എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ. അവർ 2 പലസ്തീനിയൻസാണ്, ഒരു ലബനീസ് ഒരു പലസ്തീനിയൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു തുടങ്ങി. ഞാൻ അവരോട് പറഞ്ഞു, നീ പോയി പറയടാ 15-നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തോളാം. അപ്പോൾ അവർ പറഞ്ഞു 15-ന് അത് തീരത്തില്ല, നമുക്ക് ഞാൻ പറഞ്ഞു വി വിൽ മേക്ക് ഇറ്റ്. അങ്ങനെ ആ ഉദ്ദേശം കുറച്ച് പേർക്ക് നമുക്ക് ജോലി കൊടുക്കാം എന്നിപ്പം തിരുമേനി പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പേരെ എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ നോക്കും, അവർക്ക് കുറച്ച് ജോലി കൊടുക്കാം. 2 വർഷം കഴിഞ്ഞ് വർക്ക് തീർന്നപ്പോൾ 1.35 മില്യന് പകരം 2.6 മില്യൻ്റെ വർക്ക് തീർത്തു. ഞങ്ങൾക്ക് 1 മില്യൺ ദിനാർ അന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി നമ്മുടെ ആൾക്കാർ വന്നിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ചിന്താഗതി വന്നതുകൊണ്ടാണ് ഞങ്ങൾ ആ വർക്ക് എടുത്തത്. അല്ലെങ്കിൽ നഷ്ടമാണ്, അത് വേണ്ടാന്ന് വിചാരിച്ച് നമ്മൾ വിട്ടുപോയതിന്. അപ്പം തിരുമേനി പറഞ്ഞത് വളരെ കറക്റ്റാണ് എൻ്റെ അനുഭവത്തിൽ. അത് അനേകർ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല അവർ. അതായത് ഈ കൃഷിക്കാരും കൂടെ സഹായിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ജോലിക്കാരുടെ സഹായിച്ചതുകൊണ്ടാണ് കിട്ടുന്നത്. അങ്ങനെ മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യണം. നമ്മൾ ഈ ദാനം കൊടുക്കുകയല്ല വേണ്ടി, അവരെ സ്പോയിൽ ചെയ്യാതെ. അതെ, ദാറ്റ്സ് റൈറ്റ്. അങ്ങനെ അവർ പ്രവർത്തിക്കാനും അവർ മറ്റുള്ളവരെ സഹായിക്കാനും. ഞാൻ പറഞ്ഞത്, ഞാൻ കൃഷി ചെയ്തത് അവിടുന്ന് 2 ഏത്തക്കൊല അവർ കള്ളൻ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ കൃഷിക്കാരൻ പറഞ്ഞ് ഇന്നലെ രാത്രി, ഞാനൊന്നും പറഞ്ഞില്ല, അവനിപ്പം ഉറക്കെ പറഞ്ഞു, എനിക്ക് കേൾക്കാൻ പാടില്ല. അന്നേരം ഞാൻ പറഞ്ഞു, പകൽ വന്നാൽ അവന് കൊടുക്കാത്തത് കൊണ്ടാണ് അവൻ രാത്രി വരേണ്ടി വന്നത്. പകൽ വന്നാൽ ഞാനൊരു വാഴക്കൊല അവന് കൊടുക്കുമായിരുന്നെങ്കിൽ അവൻ രാത്രി വരത്തില്ല. രാത്രി പാമ്പുണ്ട്, മുള്ളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അവനെ അങ്ങനെ വിഷമതയിലാക്കിയത് അവൻ്റെ ആവശ്യത്തെപ്പറ്റി കരുതാത്ത ഞാനാണ്. അവൻ മോഷ്ടിക്കും, ഞാൻ മോഷ്ടാക്കളെ സൃഷ്ടിക്കും, അതാണ് എന്ന് പറഞ്ഞു. ഇതാണ് അതുകൊണ്ട്. എന്നാൽ ഇന്ന് മോഷ്ടാക്കളെ ദൈവമക്കളാക്കുന്ന ഒരു പ്രവർത്തനത്തിലാണ് മിസ്റ്റർ ഏബ്രഹാം ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കുള്ള ചോദ്യം, മാർത്തോമാ സഭയിലെ ഈ വലിയ മെത്രാപ്പൊലീത്താണോ ഏബ്രഹാമാണോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്നൊരു ചോദ്യത്തോടുകൂടെ ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. വലിയ മെത്രാപ്പൊലീത്തായെ പറ്റി പറയാനായിട്ട് ഞാൻ അർഹനല്ല. എന്നാൽ ഞാൻ എൻ്റെ ആഗ്രഹം അനുസരിച്ച് തിരുമേനി പറഞ്ഞ പോലെ എന്നാലാവുന്നത് മറ്റുള്ളവർക്ക് ചെയ്യണം. ദൈവം നമ്മളെ ഏൽപ്പിച്ച ഒരു ജോലിയാണ് ഇത്രയും പേരെ നോക്കുക എന്നുള്ളത്. അതെൻ്റെ കടമയാണ്. അതിൽ നിന്ന് കിട്ടുന്നത് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കണമെന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് കാണുന്ന കൂട്ടത്തിലാണ് ഞാൻ. അത് ചെയ്യാൻ എപ്പോഴും ഞാൻ ബാധ്യസ്ഥനാണ്, ആഗ്രഹിക്കുന്നു. ദൈവം എപ്പോഴും അതിന് നമുക്ക് വേണ്ടത്ര സഹായങ്ങളും വേണ്ടത്ര സപ്പോർട്ടും തരുമെന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട്. അത് വലിയ വലിയ സന്തോഷം. ഇത്രയും നേരം തിരുമേനിയുമായി ഇരുന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. ഞാൻ ഭാഗ്യവാനാണ്, വളരെയധികം സന്തോഷിക്കുന്നു. അതിൽ കൂടുതൽ കുറച്ച് നല്ല കാര്യങ്ങൾ എനിക്ക് സ്വാർത്ഥമാക്കാൻ സാധിച്ചു. അതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ഒരാളിനെ കാണാനും ആളിനോട് സംസാരിക്കാനും എനിക്ക് ദൈവം അവസരം തന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മിസ്റ്റർ ഏബ്രഹാമിന് വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. പ്രകൃതിയിൽ നിന്നിട്ട് വേണ്ടത് സ്വീകരിക്കുകയും
വേണ്ടാത്ത തള്ളിക്കളയാനുള്ള നോക്കാം. ഇന്നതില്ല. ഒക്കെ എങ്ങനെയാണോ സംഭരിക്കാൻ പറ്റുക നോക്കുള്ളൂ. അപ്പോൾ ഭൂമി അങ്ങനെ തിരിയുന്നുണ്ടെങ്കിൽ ആ ഓടണ ഭൂമിയുടെ തിരിച്ചലിനനുസരിച്ച് നമുക്ക് കാറ്റും കിട്ടുക. പ്രകൃതി ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്, സംശയമില്ല. അപ്പോൾ ആ പ്രകൃതിയെ നിലനിർത്തണം, ഉപയോഗിക്കണം, ദുരുപയോഗപ്പെടുത്തരുത്.